ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളുടെ ക്രിസ്തു ഭാഗം 53. നോക്കൂ, ആകാശങ്ങളിൽ എത്രയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ആകാശത്തട്ട് എന്ന ഒന്ന് ഇല്ല എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടുവരെ ശാസ്ത്രജ്ഞന്മാർ കരുതി പോന്നിരുന്നത്. ഇത് നിമിത്തം മുകളിൽ കാണുന്ന നീലാകാശം ഒന്നുമില്ലാത്തതാണെന്നും ഒന്നുമില്ലാത്തത് കൊണ്ടാണ് ഈ നീല നിറം നാം കാണുന്നതെന്നും നമ്മെ സ്കൂളുകളിലും അങ്ങനെ പഠിപ്പിച്ചു വന്നിരുന്നു. എന്നാൽ ഈ നൂറ്റാണ്ടിൻ്റെ പൂർവാർത്ഥത്തിൽ ഭൂമിക്ക് മുകളിൽ ചുറ്റുമായി ഗോളാകാരത്തിൽ ഒരു ആകാശത്തട്ടുള്ളതായി ഒളിവർ ഹീവിസൈഡ് കണ്ടുപിടിച്ചു. ശാസ്ത്രജ്ഞന്മാർ അത് സമ്മതിക്കേണ്ടി വന്നു. അത്രമാത്രം പരീക്ഷണങ്ങളാൽ അത് തെളിയിക്കപ്പെട്ടു എന്നതാണ് സത്യം. അത് നിമിത്തം അതിന് ഹീവിസൈഡ് ലെയർ എന്ന് പേര് കൊടുത്തു. പിന്നീട് E.V. ആപ്പിൾട്ടൺ ഈ ഹീവിസൈഡ് ലെയറിന് മുകളിൽ, അതായത് 50 മൈൽ മുകളിൽ മറ്റൊരു അടുക്ക് കൂടെ ഉള്ളതായി താനും തെളിയിച്ചു. അതും ശാസ്ത്രജ്ഞന്മാർ സമ്മതിക്കേണ്ടി വന്നു. തന്നിമിത്തം അതിന് ആപ്പിൾട്ടൺ ലെയർ എന്ന് പേര് കൊടുത്തു. ഇങ്ങനെ വിവിധ നിലയിലുള്ള അനേകം അടുക്കുകൾ ഗോളാകാരമായി ഭൂമിക്ക് ചുറ്റും കിടക്കുന്നതായി ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും എന്തെല്ലാം കണ്ടുപിടിക്കുവാനുണ്ട്. നോക്കൂ, ഇപ്പോഴും നിരീക്ഷണ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതങ്ങനെ തന്നെ നടക്കട്ടെ. ഇവിടെ ഉൽപ്പത്തി 1:1 ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് മോശെ എഴുതിയിരിക്കുന്നത്. ഇവിടെ സൃഷ്ടിച്ചു എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന വാക്യത്തിലേക്ക് നോക്കുമ്പോൾ ഈ നൂറ്റാണ്ടിൽ കണ്ടുപിടിക്കപ്പെട്ട ശാസ്ത്രീയ സത്യത്തെ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പേ വേദപുസ്തകം രേഖപ്പെടുത്തി എന്നുള്ളതാണ് സത്യം. എന്നിട്ടും ഇതിനെ ചിലർ വകവയ്ക്കുന്നില്ല. ആകാശത്തട്ടുകളോട് കൂടെ ഭൂമി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്നതാണ് ബൈബിൾ പൂർണ്ണമായും പ്രസ്താവിക്കുന്നത്. ഭൂമിക്ക് ചുറ്റുമുള്ള ആകാശത്തട്ടുകൾക്കപ്പുറം ബഹിരാകാശം കിടക്കുന്നു. അതിൻ്റെ അറുതി നിശ്ചയവുമല്ല. ഇങ്ങനെ ആകാശത്തട്ടുകൾ കഴിഞ്ഞാൽ പിന്നെ ആകാശവിധാനമുണ്ട്. ഉൽപ്പത്തി 1:6 മുതൽ 8 വരെയും 14 മുതൽ 18 വരെയും, കൂടാതെ സങ്കീർത്തനം 19 അധ്യായത്തിൻ്റെ 1 വാക്യവും 150 സങ്കീർത്തനം 1 വാക്യം കൂടി നോക്കിക്കാണുക. ഈ ആകാശവിധാനത്തിലാണ് സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ രണ്ടാമതൊരു ഭാഗമായിട്ടും വേറിട്ടും പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി 1:6 കാണുന്ന ആകാശവിധാനം ഈ പ്രപഞ്ചത്തെ ആവരണം ചെയ്ത് നിൽക്കുന്ന സ്വച്ഛവും സുതാര്യവുമായ വ്യോമമണ്ഡലത്തെയാണ് വിധാനം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അനന്തവിസ്തൃതമായ ആകാശവിധാനത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന താരസമൂഹങ്ങളാണ് ഗാലക്സികൾ. പ്രപഞ്ചത്തിൽ കോടാനുകോടി ഗാലക്സികൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. ഓരോ ഗാലക്സിയിലും 2 ലക്ഷം കോടിയിലധികം നക്ഷത്രങ്ങൾ വീതമുണ്ട്. സൗരയൂഥത്തിൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ് സൂര്യൻ. പക്ഷേ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം 14,88,00,000 കിലോമീറ്ററാണ്. വെള്ളം തിളയ്ക്കുവാൻ 100 ഡിഗ്രി സെൽഷ്യസ് ഗ്രേഡ് ചൂട് മതിയാകും. പക്ഷേ സൂര്യനിലെ ചൂട് നമുക്ക് ഊഹിക്കുന്നതിലും അതീതമാണ്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം കുറഞ്ഞിരുന്നുവെങ്കിൽ ഭൂമി മുഴുവനും കേവലം മരുഭൂമിയായി തീരുമായിരുന്നു. നേരെ മറിച്ച് അകലം വർദ്ധിച്ചിരുന്നുവെങ്കിൽ മഞ്ഞുറഞ്ഞ് വാസയോഗ്യമല്ലാതായി തീരുമാനം ചെയ്യുമായിരുന്നു. സർവജ്ഞാനിയായ ദൈവം കൃത്യമായ അകലത്തിലാണ് സൂര്യനെയും ഭൂമിയും ആകാശവിധാനത്തിൽ നിലനിർത്തിയിരിക്കുന്നത്. ഭൂമിയിൽ പ്രാണവായുവിൻ്റെ സാന്നിധ്യവും അതുപോലെ ഉപയോഗപ്രദമായ ജലവും സുലഭമായി ഉള്ളതിനാൽ സൗരയൂഥത്തിൽ ജനവാസ യോഗ്യമുള്ളതായി ഒരു ഗ്രഹം നിൽക്കുന്നത് ഇന്ന് ഭൂമി മാത്രമാണ്. കോടാനുകോടി ഗാലക്സികൾ അടങ്ങുന്ന നക്ഷത്ര സമൂഹങ്ങൾ മണിക്കൂറിൽ 4 ലക്ഷത്തിലധികം മൈൽ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും യാതൊരു നക്ഷത്രവും അന്യോന്യം കൂട്ടിയിടിച്ച് തകർന്നു പോകുന്നില്ല. കാരണം അതിനെല്ലാം ഒരു നിയന്ത്രണവുമുണ്ട്. കൃത്യമായി സമയം കാണിക്കാൻ തക്കവണ്ണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാച്ച് കണ്ടാൽ ആരും അത് സ്വയമായി ഉണ്ടായി വന്നതാണെന്ന് പറയുമോ? ഇല്ല. എങ്കിൽ പിന്നെ പ്രപഞ്ചവും അവയിലുള്ള താരസമൂഹങ്ങളും സ്വയമേ ഉണ്ടായി വന്നതല്ല എന്ന് ചിന്തിക്കുക. ഇനി ഈ പരിണാമവാദികളുടെ യുക്തിരഹിതമായ വാദം ചിന്തിച്ചാൽ അതൊരിക്കലും ബുദ്ധിയുള്ളവർ അംഗീകരിക്കുകയുമില്ല. അതാണ് ആകാശവിധാനത്തിലെ മഹാ അത്ഭുതം എന്ന് പറയുന്നത്. ഉൽപ്പത്തി 1:6 കാണുന്ന ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ എന്ന വാക്യവും
അതുപോലെ 14 വാക്യത്തിൽ പകലും രാവും തമ്മിൽ വേർതിരിപ്പാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന വാക്യവും, അതിൻ്റെ 18 വാക്യത്തിൽ ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി എന്ന വാക്യവും അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ആകാശവിധാനം എന്ന ഈ പദം ആകാശത്തട്ടുകൾക്ക് ശേഷം വരുന്നതാണെന്ന് ഇവിടെ സ്ഥിരീകരിച്ചിരിക്കുന്നു. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.